ഹായ് ഓൾ, നമുക്ക് ഇതുപോലെയുള്ള ലിക്വിഡിൻ്റെ ബോട്ടിലൊക്കെ പഴയതുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. നല്ല ഭംഗിയായിട്ട് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നമുക്കിത് കട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ കിച്ചൺ ടിപ്സുകളൊക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കുക. ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ആ ഒരു ബോട്ടിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുത്തത്. അതിനൊരു ഹോൾസ് ഇട്ട് കൊടുത്താൽ നമുക്ക് എവിടെയെങ്കിലും തൂക്കിയും ഇടാം. ഞാൻ അതിൽ പനിക്കൂർക്കയാണ് കുഴിച്ചിട്ടത്. കുറച്ച് മണ്ണും എടുത്ത് പനിക്കൂർക്ക കുഴിച്ചിട്ട് നമുക്കിങ്ങനെ കിച്ചണിൽ വെച്ചാൽ ഇടയ്ക്കിടെ ചായയിലും വെള്ളത്തിലൊക്കെ ഇടണമെങ്കിൽ കിച്ചണിൽ തന്നെ എടുത്തിട്ട് നമുക്ക് ഫ്രഷായിട്ട് ഇടാൻ കഴിയും. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അടുത്തൊരു ടിപ്സാണ്, ഇതുപോലെയുള്ള പഴയ തഴഞ്ഞ സോപ്പുകൾ സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് കുറേ ആകുമ്പോൾ നമുക്ക് ഇതിനെക്കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ആ ഒരു സോപ്പ് ഞാനൊരു പാത്രത്തിലോട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കത് ചെറുങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ മുഴുവനായിട്ട് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ ഒഴിക്കുന്നത് നല്ല ചൂടുള്ള നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടോട് കൂടിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് മെൽറ്റായി വരും. നിങ്ങൾക്കിത് മെൽറ്റായി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് ബോയിൽ ചെയ്തെടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്താൽ ഇത് മെൽറ്റായിട്ട് വരും. നല്ല സ്മെല്ലും ഉണ്ടാവും. നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ കടയിൽ നിന്ന് വാങ്ങിയ ഹാൻഡ് വാഷ് ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ ബോട്ടിൽ കാലിയാകുമ്പോൾ നമുക്ക് 10 രൂപ ചിലവില്ലാതെ ഇതുപോലെ ഹാൻഡ് വാഷ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ കളയുന്ന സോപ്പുകളാണല്ലോ, നമ്മൾ തേഞ്ഞ സോപ്പുകളൊക്കെ എടുത്ത് കളയും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹാൻഡ് വാഷ് ഉണ്ടാക്കി റീയൂസ് ചെയ്യാൻ കഴിയും. ആ ഒരു മിക്സ് ഞാൻ ഒരു ബോട്ടിലോട്ട് ഇതുപോലെ സ്പൂണ് തിരിച്ച് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് തരാൻ മറക്കണ്ട. ഈ ഒരു സ്പൂണ് തിരിച്ച് വെച്ച് ഒറ്റ കൈ കൊണ്ട് ഒഴിച്ച് കൊടുത്താലും ഒട്ടും പുറത്ത് പോവില്ല. ഫുള്ളും ബോട്ടിലേക്ക് തന്നെ നിറഞ്ഞ് കിട്ടും. ഇത് നല്ലൊരു ടിപ്സാണ്. എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായ ഒരു ടിപ്സാണ്. ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ ആ ഒരു മിക്സ് ഫുള്ള് ഈ ഒരു ബോട്ടിലോട്ടേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുള്ളാവും. എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കുക. അങ്ങനെ ഒരു ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ കൊണ്ട് ഒന്ന് കഴുകി നോക്കാം. ഇങ്ങനെ നിങ്ങൾ ഹാൻഡ് വാഷ് തയ്യാറാക്കില്ല. എപ്പോഴും നമ്മുടെ കയ്യിൽ പുറത്തുനിന്ന് വാങ്ങിയ ഹാൻഡ് വാഷ് ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ നമുക്കിതുപോലെ ഹാൻഡ് വാഷ് തയ്യാറാക്കി വെക്കാം. അത്യാവശ്യം നല്ല പതയും ഉണ്ടാവും, നല്ല സ്മെല്ലും ഉണ്ടാവും. നിങ്ങൾ സോപ്പ് എടുക്കുന്നതിന് ഏതാണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ സ്മെല്ലിനനുസരിച്ചിട്ട് നല്ല സ്മെല്ലും നല്ല പതയും കിട്ടും. സോപ്പ് ഞാൻ കൂടുതലായിട്ട് ഇതിൽ റോസ് കളർ എടുത്തത് കൊണ്ടാണ് എൻ്റെ ഹാൻഡ് വാഷിന് ഈ ഒരു കളറ്. നിങ്ങൾ ഏത് കളറാണോ എടുക്കുന്നത് ആ ഒരു കളറായിട്ടാണ് ലിക്വിഡ് വരിക. അപ്പോൾ ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനെ ലിക്വിഡ് തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.